ഹലോ, അംബൂസ് ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം. ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ. ഒരു 10 വെറൈറ്റി ലോട്ടസ് ഉണ്ട്. ചിലതൊക്കെ 1-2 ഒക്കെ ഉള്ളൂ. അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ. ഇന്ന് ഓർഡർ എടുത്ത് നാളെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. DTDC വഴിയായിരിക്കും അയക്കുന്നത്. പോസ്റ്റ് ഓഫീസ് വഴി അയക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. തിങ്കളാഴ്ച മാത്രമേ പോസ്റ്റ് ഓഫീസ് വഴി ഞാൻ അങ്ങനെ അയക്കാറുള്ളൂ. അപ്പോൾ DTDC വഴിയായിരിക്കും കേട്ടോ അയച്ചു തരുന്നത്. എല്ലായിടത്തും കൊണ്ട് കൊടുക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരു ദിവസം പോസ്റ്റ് ഓഫീസ് വഴി അയക്കുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വാട്സപ്പിൽ സ്ക്രീൻ കാണിക്കുന്ന വാട്സപ്പ് നമ്പർ അല്ല, ഗൂഗിൾ പേ ഇല്ല കേട്ടോ. ഗൂഗിൾ പേ നമ്പർ ഓർഡർ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ ലോട്ടസ് നടാൻ അറിയത്തില്ലാത്തവർ, ആദ്യമായിട്ട് നടുന്നവരൊക്കെ ഒന്ന് ചോദിച്ചതിന് ശേഷം മാത്രം നടുക കേട്ടോ. അപ്പോൾ ഇടിയും മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തു പോകുന്നുണ്ട്. മഴയൊന്ന് കുറഞ്ഞ സമയത്ത് ഞാൻ വേഗം വീഡിയോ എടുക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വെറൈറ്റി. ഞാൻ ഇന്ന് അകത്ത് വെച്ചാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇടി മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ ട്യൂബേഴ്സ് എല്ലാം അകത്തേക്ക് കൊണ്ടുവന്നു. ടെറസിൻ്റെ മുകളിൽ കയറി എടുക്കാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. ഇനിയിപ്പോൾ ഇരുട്ടായി, അതുകൊണ്ട് ഇപ്പം അകത്തായതുകൊണ്ട് പിള്ളേരുടെ സൗണ്ടും ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. TV ഒച്ചയും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് വെറൈറ്റിയാണ് കേട്ടോ. ഇത് എൻ്റെ പേര് പിങ്ക് മെഡോ, ഒരു ബൗൾ വെറൈറ്റിയാണ് കേട്ടോ. ഫ്ലവർ പിക്ക് എല്ലാത്തിൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 100 രൂപയാണ് കേട്ടോ. ഇത് 3 ഗ്രോത്ത് ഉണ്ട്. ബൗൾ വെറൈറ്റി, തീരെ സിംഗിൾ പെറ്റൽ ഉള്ള ലോട്ടസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 100 രൂപയാണ്. ഈ ഒരു ട്യൂബർ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അടുത്ത വെറൈറ്റി അഹാക്കാണ് കേട്ടോ. അഹാക്കിൻ്റെ ഫ്ലവർ പിക്കൊക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണത് 4 ഗ്രോത്തിപ്പുള്ള ട്യൂബറാണ് കേട്ടോ. ഇതാണ് ട്യൂബറിൻ്റെ സൈസ്. 150 രൂപയാണ് കേട്ടോ റേറ്റ്. അടുത്ത വെറൈറ്റി നമുക്ക് ട്യൂബേഴ്സ് ഒന്നും കിട്ടത്തില്ലാത്ത വെറൈറ്റി ആണ് കേട്ടോ. മിറാക്കിളാണ്. മിറാക്കിളിൻ്റെ 2 ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. മിറാക്കിളിൻ്റെ ഈ ട്യൂബറിൻ്റെ ഇവിടെ ഗ്രോത്ത് ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, വെള്ളത്തിലിട്ട് കഴിയുമ്പം ഇതൊക്കെ ഇതിൻ്റെ റൂട്ടൊക്കെ വന്നോളൂ. ഇതാണ് കേട്ടോ മിറാക്കിളിൻ്റെ ഒരു ട്യൂബറ്. മിറാക്കിളിൻ്റെ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് 230 രൂപയാണ്. പിന്നെ അടുത്തത് ഇതിന് ഗ്രോത്ത് ഇപ്പോൾ ഉണ്ട്. ഇതെവിടെ ഗ്രോത്ത് ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഇതാണ് മിറാക്കിളിന് നമുക്ക് ട്യൂബർ കിട്ടത്തില്ല കേട്ടോ. ഇത് പിടിച്ചോളും, ഒരു കുഴപ്പമില്ല, പിടിച്ച് കിട്ടുന്നതാണ്. കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് റൂട്ടൊക്കെ വന്നതിന് ശേഷം മാത്രം നട്ട് വയ്ക്കുക കേട്ടോ. ഈ ചെറിയതിൻ്റെ റേറ്റ് 180 രൂപയാണ്. 180, 230 കേട്ടോ റേറ്റ് മിറാക്കിൾ. ഒരേ സമയം ഒരുപാട് ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. 2-3 ഫ്ലവറൊക്കെ തരുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് ജൂപ്പിറ്റർ കേട്ടോ. പിങ്ക് ജൂപ്പിറ്ററിൻ്റെ ഈ 2 ട്യൂബേഴ്സിൻ്റെ റേറ്റ് 130 രൂപയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ 4 ഗ്രോത്തിപ്പുള്ള ട്യൂബറാണ് കേട്ടോ. ഇതൊക്കെ 2ആയിട്ടൊക്കെ കട്ട് ചെയ്ത് 2 ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 180, 130 ഇങ്ങനെയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത്. പിങ്ക് ജൂപ്പിറ്ററാണ്. അടുത്ത വെറൈറ്റി വൈറ്റ് മാസ്കിയാണ് കേട്ടോ. ഒരു പോട്ടിൻ്റെ ചുറ്റും ബഡ് വന്ന് നമുക്ക് ഫ്ലവർ തരുന്ന ലോട്ടസാണ് വൈറ്റ് മാസ്കി. വൈറ്റ് മാസ്കിയുടെ ഫ്ലവർ പിക്കൊക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വലിയ ട്യൂബറുണ്ട് കേട്ടോ. 150 രൂപയാണ് ഈ ട്യൂബറിൻ്റെ റേറ്റ്. ഇത്രയും വലിയ ട്യൂബറാണ് കേട്ടോ. അടുത്തത് ഈ ഒരു ട്യൂബറാണ് വൈറ്റ് മാസ്കിയുടെ. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 100 രൂപയാണ്. അടുത്ത ഈ ഒരു ട്യൂബറാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 80 രൂപയാണ് കേട്ടോ. 150, 100, 80 ഇങ്ങനെയാണ് വൈറ്റ് മാസ്കിയുടെ റേറ്റ് വന്നിരിക്കുന്നത്. അടുത്ത വെറൈറ്റി ബ്ലൂമിങ് മെഷീനാണ്. നമ്മുടെ അമരിക്കമേലിയ, എല്ലാവർക്കും അറിയാം. അമരിക്കമേലിയ ഒരാഴ്ച കൊണ്ട് ഒക്കെ ബഡ് വരുന്ന 10, 15, 2 ആഴ്ച കൊണ്ടും 1 മാസത്തിന് മുൻപ് ബഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അമരിക്കമേലിയ. തുടക്കക്കാർക്കൊക്കെ ആദ്യം മേടിച്ച് വയ്ക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് അമരിക്കമേലിയ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 150 രൂപയാണ് കേട്ടോ. 2 ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ള. 150 രൂപയാണ് റേറ്റ്. അടുത്ത വെറൈറ്റി തമാശയാണ് കേട്ടോ. തമാശയുടെ 2 ട്യൂബറാണ് അവൈലബിൾ ആയിട്ടുള്ള. ഒരു ട്യൂബേഴ്സിൻ്റെ റേറ്റ് 150 രൂപയാണ് കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. എൻ്റെ പെറ്റൽസിൻ്റെ അടുക്കൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. നല്ല ഫ്ലവറാണ് കേട്ടോ. ഒരുപാട് ഹൈറ്റിലൊന്നും പോകത്തൊന്നുമില്ല. എനിക്കങ്ങനെ ഒത്തിരി ഹൈറ്റിൽ പോയിട്ട് ഫ്ലവറൊന്നും വിരിഞ്ഞിട്ടില്ല. എങ്കിലും നല്ല ഒരു ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ തമാശയുടെ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 150 രൂപയാണ്. അടുത്ത വെറൈറ്റി റെഡ് ഷാങ്കയാണ് കേട്ടോ.
സിംഗിൾ പെറ്റൽസിലെ നല്ല സുന്ദരി പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. 2-3 ദിവസമേ ഫ്ലവർ നിൽക്കുകയുള്ളൂ, 3 ദിവസം നിൽക്കുകയുള്ളൂ. എങ്കിലും ആ പൂവിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതുപോലെ ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ റെഡ് ഷാങ്കായി. റെഡ് ഷാങ്കായുടെ 2 ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഒന്നിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 150 രൂപയാണ്. ഇത് വലിയ ട്യൂബറാണ് കേട്ടോ. ഇത് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് വെക്കാവുന്ന ട്യൂബറാണ് കേട്ടോ. 150 രൂപയാണ്. ഒരെണ്ണത്തിൻ്റെ റേറ്റ് 150 രൂപയാണ് കേട്ടോ. ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് 130 രൂപയാണ് കേട്ടോ. 2 ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത വെറൈറ്റി മഞ്ഞ കളറിലെ നല്ല ഭംഗിയുള്ള ഫ്ലവർ തരുന്ന യെല്ലോ പിയോണിയാണ് കേട്ടോ. ഒരുപാട് പേർ ഇപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് യെല്ലോ പിയോണി. യെല്ലോ പിയോണിയുടെ സ്റ്റാർട്ടിങ് 50 രൂപയാണ് കേട്ടോ. ഈ 2 ട്യൂബേഴ്സിൻ്റെ റേറ്റ് 50 രൂപയാണ്. അടുത്തത് ഈ 3 ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ. ഈ 3 ട്യൂബേഴ്സിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 150 രൂപയാണ് കേട്ടോ. 3 ട്യൂബേഴ്സ് ഉണ്ട്, 150 രൂപയാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ യെല്ലോ പിയോണിയുടെ. നല്ല മഞ്ഞ കളറിൽ ഇപ്രാവശ്യം എനിക്ക് ഒന്നായിട്ട് ഫ്ലവർ ചെയ്യുകയും ചെയ്തു. നല്ല ഭംഗിയിലാണ് ഇപ്രാവശ്യം എനിക്ക് ഫ്ലവർ വിരിഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് ഈ അടുത്ത ഈ 2 എണ്ണം 100 രൂപയ്ക്കാണ്. ഇത് 100 രൂപയുടെ 2 ട്യൂബേഴ്സാണ് കേട്ടോ. അടുത്തതാ ഈ ഒരു വലിയ ട്യൂബറുണ്ട്. ഇതൊക്കെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 180 രൂപയാണ് കേട്ടോ. ഇത്രയും വലിയ ട്യൂബറാണ് കേട്ടോ. അങ്ങനെ ഇത്രയാണ് ട്യൂബേഴ്സിൻ്റെ ട്യൂബേഴ്സ് ഉള്ളത്. ഇത് 50, ഇത് 3 എണ്ണം 150, ഇത് 2 എണ്ണം 100, ഇത് ഒരെണ്ണം 180 രൂപ, 180. അടുത്ത വെറൈറ്റി അമരി പിയോണിയാണ് കേട്ടോ. അമരി പിയോണി നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. അതുപോലെ നമുക്ക് ട്യൂബേഴ്സും നമുക്ക് കിട്ടുവേ. ഒരു പോട്ടിൻ്റെ ചുറ്റും ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ അമരി പിയോണിയുടെ. ഇതൊക്കെയാണ് ഈ അമരി പിയോണി, അമരി കമേലിയ, ഇതൊക്കെയാണ് തുടക്കക്കാർക്ക് മേടിച്ച് വെച്ച് ഫ്ലവേഴ്സ് തുടക്കക്കാർക്ക് മേടിച്ച് വയ്ക്കാൻ പറ്റിയ വെറൈറ്റിയാണ് കേട്ടോ ഇതൊക്കെ. ഇതിൻ്റെ 7 ട്യൂബേഴ്സ് ഉണ്ട്, 50 രൂപയാണ് കേട്ടോ. ഈ 7 എണ്ണം 50 രൂപയുടെ ട്യൂബേഴ്സാണ് കേട്ടോ. ഇത് ട്യൂബേഴ്സിൻ്റെ സൈസ് എല്ലാം കണ്ടു പോണേ. 7 എണ്ണം ഉണ്ട്, 50 രൂപയാണ് കേട്ടോ റേറ്റ്. അതുപോലെ തന്നെ ഈ 2 എണ്ണത്തിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 100 രൂപയാണ്. ഈ 2 എണ്ണം ഉണ്ട് കേട്ടോ. അതവിടെ ഇതുണ്ടല്ലോ 3 ഗ്രോത്ത് ടിപ്പൊക്കെ ഉണ്ട്. ഇതും അതെ ഉണ്ടല്ലേ. ഇതിന് 100 രൂപയാണ് റേറ്റ്. ഇത് അമരി പിയോണിയുടെ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 130 രൂപയാണ് കേട്ടോ. ഇത്രയും ട്യൂബേഴ്സാണ് അമരി പിയോണിയുടെ ഉള്ളത്. അതുപോലെ ചിലർ ചോദിക്കുന്നുണ്ട് ഈ 50 രൂപയുടെ ഏറ്റവും നല്ല ട്യൂബേഴ്സ് തരണം. 50 രൂപയുടെ ട്യൂബേഴ്സ് ഇത് കണ്ടില്ലേ. ഇത് 3 ഗ്രോത്ത് ടിപ്പൊക്കെ 3-4 ചെറിയ ട്യൂബേഴ്സ് ആണെങ്കിലും 3-4 ഗ്രോത്ത് ടിപ്പൊക്കെ ഉള്ള ട്യൂബർ. ഇതൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ട്യൂബേഴ്സാണ് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസം വെള്ളത്തിലിട്ടിട്ട് റൂട്ടൊക്കെ വന്നതിന് ശേഷം നിങ്ങൾ നട്ട് വയ്ക്കുക കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ നല്ല ട്യൂബേഴ്സാണ്. ഇത് കണ്ടില്ലേ 3 ഗ്രോത്ത് ടിപ്പൊക്കെ ഉള്ള ട്യൂബേഴ്സാണ് ഇത് ഈ 50 രൂപയ്ക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഗ്രോത്ത് ടിപ്പുണ്ട്. ഇതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നിങ്ങൾ 50 രൂപ എന്ന് പറയുമ്പോൾ 50 രൂപയുടെ ആ ഒരു അതിനുള്ള 50 രൂപയുടെ ട്യൂബേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, നമുക്ക് വലിയ ട്യൂബേഴ്സ് 50 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല നമ്മൾ. അപ്പം ഇത് റൂട്ട് വന്നതിന് ശേഷം നിങ്ങൾ നട്ട് വയ്ക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് ആയില്ലെങ്കിൽ എന്നോടൊന്ന് മെസ്സേജ് അയച്ച് ചോദിക്കുകയും, അപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ടുകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിക്കുക. അതിൻ്റെ ഫോട്ടോസ് ഇട്ട് സഹിതം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിന് പരിഹാരമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ പച്ച കളറിൽ വെള്ളമൊക്കെ കിടക്കുവാണെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ വെള്ളം മാറ്റുക. പായൽ നമുക്ക് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പായലുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളർന്നു വരില്ല കേട്ടോ. അതുകൊണ്ട് പായലൊക്കെ നീക്കം ചെയ്ത് വെള്ളമൊക്കെ ഇട്ട് ഓവർഫ്ലോ ചെയ്തൊക്കെ കളയുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ മെസ്സേജ് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോസ് എല്ലാവരും മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോകുക കേട്ടോ. ട്യൂബേഴ്സിൻ്റെ റേറ്റും ട്യൂബേഴ്സിൻ്റെ സൈസും മാത്രമല്ല, വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൂടെ കേട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ ഗൂഗിൾ പേ നമ്പർ ഇതല്ലാന്ന് പറഞ്ഞിട്ടും ഗൂഗിൾ പേ എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതെന്താ എനിക്കറിയില്ല. ഞാൻ എല്ലാ വീഡിയോസിലും തന്നെ പറയുന്ന ഗൂഗിൾ പേ നമ്പർ ഇതല്ല, വേറെ നമ്പറാണ് എന്ന് പറയുന്നതാണ്. പക്ഷേ പലരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഗൂഗിൾ പേ നമ്പർ ഇതൊന്നുമല്ല. ഓർഡർ എടുത്തതിന് ശേഷം ഗൂഗിൾ പേ നമ്പർ ഞാൻ വേറെ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.
അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇപ്പം 50 രൂപയുടെ ട്യൂബേഴ്സൊക്കെ ഇത്രയും നല്ല ട്യൂബേഴ്സൊക്കെ ആയിരിക്കും. അപ്പം 50 രൂപയുടെ ട്യൂബേഴ്സ് വാങ്ങിക്കുന്നവർ ഈ 100 രൂപയുടെ ട്യൂബേഴ്സ് അല്ലെങ്കിൽ 150 രൂപയുടെ ട്യൂബേഴ്സ് വാങ്ങിക്കുന്ന അത്രയും ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ അത്രയും സ്പീഡിൽ നമുക്ക് ഗ്രോത്ത് കിട്ടത്തില്ല കേട്ടോ. അപ്പം അങ്ങനെ ഗ്രോത്ത് സ്ലോ ആയിരിക്കും ഗ്രോത്ത്. അപ്പം ഈ 100-ൻ്റെയൊക്കെ 150-ൻ്റെയൊക്കെ ഇത് കണ്ടില്ലേ, 130-ൻ്റെയൊക്കെ ട്യൂബർ നമുക്ക് പെട്ടെന്ന് നമുക്ക് പിടിച്ചു കിട്ടുകയൊക്കെ ചെയ്യും. അപ്പം നിങ്ങൾ കയ്യിൽ ട്യൂബേഴ്സ് കിട്ടിക്കഴിയുമ്പം ഉത്തരവാദിത്വം നിങ്ങളുടെയാണ് അത് പിടിപ്പിച്ചെടുക്കുക എന്നുള്ളത്. ഇതിപ്പം സേഫായിട്ട് അത് ഗ്രോത്ത് ടിപ്പിനൊന്നും കുഴപ്പമില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ തീർന്നു. ഇപ്പം അയക്കുന്ന ഓരോ സെല്ലേഴ്സ്, ഞാനും ഉൾപ്പെടെ എല്ലാ സെല്ലേഴ്സിൻ്റെയും ഉത്തരവാദിത്വം നിങ്ങളുടെ കൈ സേഫായിട്ട് ട്യൂബേഴ്സ് അല്ലെങ്കിൽ വാട്ടർ ലില്ലീസ് കിട്ടിക്കഴിയുമ്പോൾ അവിടെ ഞങ്ങളുടെ ഉത്തരവാദിത്വം തീർന്നു കേട്ടോ. അതുപോലെ പിടിപ്പിച്ചെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതിന് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഫോട്ടോ ഇട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്ത് എന്നെ കാണിച്ചു തന്നു കഴിയുമ്പോൾ അതിൻ്റെ എന്താണ് പരിഹാര മാർഗ്ഗം എന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് എൻ്റെ പ്ലാന്റ് പോയി അല്ലെങ്കിൽ എൻ്റെ ലോട്ടസ് പോയി, എനിക്കതിന് പകരം തരുമോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ 10 പേർക്ക് പകരം കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിനെ നേരം കാണത്തുള്ളൂ. അപ്പോൾ അത് പിടിപ്പിച്ചെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ.